ക്യാൻസർ തീർത്ത ഇരുളിനെ മനക്കരുത്തിന്റെ വെളിച്ചം കൊണ്ട് അതിജീവിച്ച സ്ത്രീകൾ കൂട്ടായ്മയിലൂടെ ഒരുമിക്കുകയാണ്. ദ റിയൽ ഹീറോസ് എന്ന പേരിൽ രൂപീകരിച്ച കൂട്ടായ്മയിൽ ക്യാൻസർ അതിജീവിതകളും അവർക്ക് സ്നേഹം കൊണ്ട് കൈത്താങ്ങേകിയ പ്രിയപ്പെട്ടവരും പങ്കാളികളാണ്. കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജിലാണ് കൂട്ടായ്മയുടെ ലോഞ്ചിങ് നടന്നത്. വർഷമായി ക്യാൻസർ തന്നെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോഴും അതിന് മറികടക്കാൻ സഹായകരമായത് മക്കളെ ഉയരങ്ങളിലെത്തിക്കണമെന്ന ചിന്തയാണെന്ന ലൗലി തോമസിന്റെ വാക്കുകളെ സദസ്സ് കരഘോഷത്തോടെയാണ് വരവേറ്റത്. 15 വർഷമായി എനിക്കിത് തുടങ്ങിയിട്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്രയും സന്തോഷത്തോടെ ഇത്രയും മനക്കരുത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ സപ്പോർട്ടും പിന്നെ ഡോക്ടേഴ്സിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കുട്ടിക്കാലത്ത് എല്ലാവരും തന്നെ കരയുന്ന കുട്ടി എന്നായിരുന്നു കളിയാക്കിയിരുന്നത്. അങ്ങനെയുള്ള താൻ കരുത്താർജിക്കാൻ കാരണം ക്യാൻസർ അതിജീവിതയായ അമ്മയുടെ പരിചരണത്തിന്റെ നാളുകളായിരുന്നു എന്ന് ടാനിയ ജോസഫിന്റെ ഊർജം പകരുന്ന വാക്കുകൾ. ചെറുപ്പത്തിൽ വിളിച്ചുകൊണ്ടിരുന്നത് ക്രൈ ബേബി എന്നാണ്. എൻ്റെ സ്കൂൾ വാനിലെ കൂട്ടുകാരും എൻ്റെ ക്ലാസ്സിലും അത്രയും സെൻസിറ്റീവ് ആയിരുന്നു ഞാൻ ഇന്നും കരയില്ല എന്നല്ല, വേഗം കരയുന്ന ആൾ തന്നെയാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ അമ്മയുടെ മുമ്പിലെങ്കിലും എൻ്റെ കണ്ണീര് പിടിച്ച് നിർത്താനുള്ളൊരു ധൈര്യം വന്നിട്ടുണ്ട് ഈ ഒരു ജേണിയിലൂടെ. ഇനി ഞാൻ വേണം അച്ഛനെയും അമ്മേനെയും ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ കൊണ്ടുപോകാനുള്ള ട്രീറ്റ്മെൻറ്റ് നാവിഗേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയൊക്കെയോ അമ്മയുടെ മുമ്പിൽ പിടിച്ച് നിൽക്കാനൊക്കെ ഞാൻ പഠിച്ചു. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കുറേ സ്കിൽസ് എൻ്റെ ഉള്ളിലുണ്ട്, അല്ലെ സ്ട്രെങ്ത് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പഠിപ്പിച്ചൊരു ജേണിയാണിത്. അങ്ങനെ ആ ഒരു ജേണിയിലൂടെ പോയത് കൊണ്ടായിരിക്കാം ഇന്ന് അമ്മയുടെ ചെക്കപ്പും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പോകുമ്പോൾ ഞാൻ തന്നെയാണ് പോകുന്നത്. പിന്നെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയുന്നത് കണ്ണുകളിൽ തന്നെ വ്യത്യാസമുണ്ട് കാര്യം. മകളുണ്ടായി 10 വർഷത്തിന് ശേഷം മകന് ഗർഭം ധരിച്ചതിന്റെ 7ാം മാസം അതിഥിയായി എത്തിയ ക്യാൻസറിനെ നടാഷ മാനസ് അതിജയിച്ചതിന്റെ അനുഭവം സിനിമാ കഥയെപ്പോലും വെല്ലുന്ന തരത്തിൽ പ്രചോദനമേകുന്നതാണ്. അങ്ങനെ ഞാൻ 10 വർഷം മോളുണ്ടായിട്ട് 10 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും മോളുടെ ആഗ്രഹപ്രകാരം അമ്മയാവുകയും ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ദിനങ്ങളായിരുന്നു അത്. അതിൻ്റെ 7ാം മാസത്തിലാണ് എന്നെ കാണാൻ ഈ അതിഥി എത്തുന്നത്. ഭയങ്കര ശരീരമൊക്കെ മെലിഞ്ഞു, എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ വ്യത്യാസം വന്നു, എനിക്ക് വയ്യായ, ശ്വാസം മുട്ടൽ, ഇങ്ങനെയൊക്കെയായിരുന്നു തുടക്കം. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഞാൻ രാത്രി നമ്മുടെ അതിഥിയെ കാണുകയാണ്. ഞാൻ ശരിക്കും കണ്ടു ഒരു കുഞ്ഞി മുഴ എൻ്റെ ശരീരത്തിൽ വന്നിട്ടുണ്ട്. ഗർഭാശയ ക്യാൻസർ അതിജീവിതർക്കൊപ്പം നിൽക്കുകയാണ് ദി റിയൽ ഹീറോസ് കൂട്ടായ്മയുടെ ലക്ഷ്യമെന്ന് അണിയറക്കാരുടെ വാക്കുകൾ. ഒരു സ്ത്രീയാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഒരു സ്ത്രീ തളർന്നു പോകുന്നതോടുകൂടി ഒരു കുടുംബമാണ് ഇല്ലാതെ പോവുക. അത് ഫിനാൻഷ്യലി മാത്രമല്ല, മെൻ്റലി, ഇമോഷണലി എല്ലാ ബാലൻസ് തെറ്റിപ്പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഗൈനക് ക്യാൻസർ സർവൈവേഴ്സിനെയാണ്. എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒപ്പം ഞങ്ങളുണ്ട്. ഞങ്ങൾ ഇതേ വഴിയിലൂടെ കടന്നു വന്നവരാണ്. ഞങ്ങൾക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തുകൊണ്ടും ഞങ്ങൾ തുണയുണ്ടാകും എന്നൊരു ഉറപ്പ് വരുത്തലാണ് ഞങ്ങളുടെ ഈ സംഘടനയുടെ മെയിൻ ഉദ്ദേശം. ക്യാൻസറിനെ അതിജീവിച്ച മലയാളികളായ 20ഓളം സ്ത്രീകൾ ചേർന്നാണ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. അമ്മ എന്നർത്ഥം വരുന്ന മായുടെ ലോഗോയും കരുത്തു പകരുന്ന വാക്കുകളും ആലേഖനം ചെയ്താണ് കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികൾ കൂട്ടായ്മയുടെ തുടക്കത്തിന് മാറ്റേകിയത്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.